പക്ഷെ ഇനി കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാകുവാണ് നമ്മുടെ ശ്രമമുണ്ട്. 150 കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരിക. അദ്ദേഹം വരുമ്പോൾ ഒരു ആവേശമുണ്ട് എന്നുള്ളതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ എന്താണ് ഒരു ബെനിഫിറ്റ് നോക്കുന്നത്? അതുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ ശിവൻകുട്ടി പിന്നെ സൂചിപ്പിച്ച പോലെ സ്റ്റേഡിയംസ് പണിയുക, അല്ലെങ്കിൽ ടർഫ് പണിയുക. ഞാൻ ML നിലയ്ക്ക് 50 ലക്ഷം രൂപ ഓളം ചിലവ് വന്ന ഒരു ടർഫ് ഞങ്ങൾ പറഞ്ഞു. അത് സർക്കാർ അങ്ങനെ ഇത്രയും രൂപ ചിലവാക്കി ടർഫ് പണിഞ്ഞ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കൊടുത്ത് ഇത്രയും കോടി രൂപ മുടക്കുകയല്ലേ. അപ്പം അതിലും ഭേദം കേരളത്തിൽ ഒരു മെസ്സി ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് സർക്കാരിന് തുടക്കം കുറിക്കട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിൽ നിന്നൊരു മെസ്സി, അതായിരിക്കും കൂടുതൽ ഉചിതം. ഇതിനകത്ത് പാർട്ടി എല്ലാം തീരുമാനിച്ചു. ആര് മത്സരിക്കണം മത്സരിക്കണ്ട എന്ന് പാർട്ടിക്ക് തീരുമാനിക്കാം. അതിന് നിങ്ങൾ ഈ വിഭാഗത്തിന്റെ പുറകെ മെസ്സി വരില്ല എന്ന് പറഞ്ഞപ്പോഴേ ചാണ്ടുവിന് സങ്കടമായോ? അങ്ങനൊരു മെസ്സി ആരാധകനാണല്ലോ. ഞാൻ പറയാം, ഫുട്ബോള് നമുക്കെല്ലാം ആവേശമാണ്. പക്ഷെ ഇനി നമ്മൾ മറ്റുള്ള രാജ്യക്കാരെ നോക്കി ആവേശം കൊള്ളുക മാത്രം പോരല്ലോ. നമ്മുടെ ഒരു പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെൺകുട്ടി ഇതേപോലെ ഉയർന്നു വരുന്നത് കണ്ട് നമുക്ക് ആവേശം കൊള്ളണ്ടേ? അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്ന മെസ്സി കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, മെസ്സി എന്നുള്ളതല്ല, കേരളത്തിൽ നിന്നൊരു മെസ്സിയാണ് ആവശ്യം. ഒറിജിനൽ മെസ്സി വേണ്ട.